വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിയുന്നത് മാക്സിമം ഞാൻ തന്നെ ചെയ്യാം. ഇനി അഥവാ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ റെസിപ്പി ബോംബെ ഐസ് ഹൽവയുടെ റെസിപ്പിയാണ്. നല്ല അടിപൊളി സ്വീറ്റ് ആണ്. അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആണ്. പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോഗിന്റെ പേര് tasty-malabar-foods.com. അതിൽ നല്ല നല്ല കമന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ തന്നെ വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്വീറ്റ് ആണ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഇതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ കൊടുക്കാനും വിട്ടുപോകരുത്. പിന്നെ ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ബോംബെ ഐസ് ഹൽവ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് പാലിലേക്ക് നമുക്ക് റവ 1/4 കപ്പ് മതി. 1/4 കപ്പ് നല്ല പൊടിയായിട്ടുള്ള റവ തന്നെ വേണം. അപ്പോൾ ഞാൻ സാധാ റവ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതുപോലത്തെ നല്ല പൊടിയായിട്ടുള്ള റവ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ റവയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെക്കണം, സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കുമ്പം ഈ ഒരു സ്റ്റെപ്പ് വിട്ടു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പാലും റവയും കൂടെയുള്ള മിക്സ്ചർ കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര 1/2 കപ്പ് അത്യാവശ്യമാണ്. ഹൽവ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണ്ടേ, അപ്പോൾ 1/2 കപ്പ് അത്യാവശ്യമാണ്. പിന്നെ ഇതിലേക്ക് നെയ്യ് 1/4 കപ്പ് മെൽട്ടാക്കിയതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മെൽട്ടാക്കി എടുത്താലേ ആ ഒരു കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അതുകൊണ്ട് മെൽട്ടാക്കി എടുക്കുക നെയ്യ്. പിന്നെ കളറിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബദാം മിക്സ് ആണ്. അതൊരു യെല്ലോ കളർ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് കളർ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ കളറില്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു ഹൽവ തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ എടുക്കുന്നത് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിസ്റ്റാച്ചോസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, അതുപോലെ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂണും എടുക്കുന്നുണ്ട്. ഞാൻ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഏലക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ചുവട് കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് ചൂടാക്കുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് പാലും റവയും കൂടെയുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് വിട്ടു പോകരുത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാതെ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പേ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് ചൂടായി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള 1/4 കപ്പുള്ള നെയ്യിലെ 1/2 ഭാഗത്തോളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വിടാതെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് തിക്കായി വരുന്ന വരെ നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഹൽവ തയ്യാറാക്കാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെറുതായിട്ടൊന്ന് വിട്ടു പോയാൽ അത് മൊത്തം ഫ്ലോപ്പായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് നന്നായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒട്ടും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു കളർ കിട്ടില്ല എന്നുള്ളൂ. ബാക്കി ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്, പെർഫെക്റ്റ് ആവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം.
വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു മിക്സ്ചർ കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും വിട്ടുപോകരുത്. അപ്പോൾ ഞാനിപ്പോൾ അല്പം നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വറ്റി വരും. പിന്നെ നമുക്ക് ഒരു ഹൽവയുടെ ഒരു സ്റ്റേജിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇത് സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്, പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഹൽവയുടെ സ്റ്റേജിൽ എത്തണമെങ്കിൽ ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. ആ ഒരു 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് മെൽട്ടാക്കിയ നെയ്യ് ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഒരു ഹൽവയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നല്ലൊരു ഗ്ലോസി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നെയ്യ് അത്യാവശ്യമാണ് ഇതിലേക്ക്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളുടെ സ്പൂണിൽ നന്നായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പൂണിലൊന്നും ഇതുപോലെ ഒട്ടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു ഹൽവയുടെ കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു ചെറിയൊരു ടിപ്പുണ്ട്. അതായത് നമ്മളൊരു സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ഈ ഒരു മിക്സർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോളാക്കിയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൽവയുടെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ ഹൽവയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 5 മിനിറ്റ് അവിടെ വെച്ച ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സിൽവർ ഫോയിലൊക്കെ റെഡിയാക്കാനുണ്ട്. ഇതുപോലെ സിൽവർ ഫോയിൽ എടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഹൽവയുടെ മിക്സർ ഇട്ട് കൊടുക്കാനും. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്തിട്ട് അതും റെഡിയാക്കി എടുക്കാം. അതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മിക്സർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. വല്ലാണ്ട് ചൂടാറാൻ നിൽക്കണ്ട. ചൂടോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സിൽവർ ഫോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സിൽവർ ഫോയിലിൽ ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാറ്റിൽ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് വേറൊരു സിൽവർ ഫോയിലിൽ അല്പം നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നെയ്യ് അധികമൊന്നും വേണമെന്നില്ല. നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയുള്ള പാനിലുള്ള നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് റോളിംഗ് പിൻ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് സിൽവർ ഫോയിൽ ഒഴിവാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം. കാരണം നമുക്കിതിൻ്റെ മുകളിലേക്കൂടെ നമ്മൾ കാണുന്നില്ലല്ലോ എത്രത്തോളം നമ്മൾ തിന്നാക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റോളിംഗ് പിൻ വെച്ചിട്ട് നേരിട്ടൊന്ന് തിന്നാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 മാവായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒറ്റ മാവായതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് തിന്നാക്കാൻ പറ്റില്ല. പിന്നെ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് 2 മാവായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 തവണയായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ള ഹൽവ കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സിൽവർ ഫോയിൽ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. നേരിട്ട് നമ്മൾ പരത്തരുത് കേട്ടോ. നമ്മൾ ഈ സിൽവർ ഫോയിൽ ഇല്ലാതെ പരത്തരുത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഐസ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട. ആ സൈഡ് കൊണ്ട് നമുക്ക് വേറെ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈ പീസസ് കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യാനുള്ള പ്ലാന്. അപ്പോൾ വളരെ തിന്നായതുകൊണ്ട് ഈ ഒരു ഷേപ്പാവും ഭംഗി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് സെറ്റായ ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ ഇത് പുറത്ത് ഒരു 4 മണിക്കൂർ വെക്കാം. എന്നാലേ ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. എന്നാലേ ഒരു ഹൽവയുടെ ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ ഇത് അല്പനേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് അല്പനേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഐസ് ഹൽവ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ബട്ടർ പേപ്പർ ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സിൽവർ ഫോയിലോട് കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൽവയുടെ ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മളൊരു ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ വെച്ച ശേഷം സിൽവർ ഫോയിൽ റിമൂവ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്ക് സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ ഒരു പീസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗമുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഐസ് ഹൽവ ഇങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഞാൻ 1/4 കപ്പ് റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് റവ എടുക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാതും ഒന്ന് ഡബിൾ ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടി കൂടുതൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൽ ഫുഡ് കളർ നമുക്ക് വേണമെങ്കിൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കളേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോംബെ ഐസ് ഹൽവ. ബോംബെ ഐസ് ഹൽവ നമുക്ക് കോൺഫ്ലോർ കൊണ്ടും തയ്യാറാക്കാം, അതുപോലെ റവ കൊണ്ടും തയ്യാറാക്കാം. ഞാനിപ്പോൾ റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോൺഫ്ലോർ ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവും, റവ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആവും, ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, നല്ല ഹൽവയുടെ ആ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാവും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ റെസിപ്പിയിൽ കാണാം. ബൈ, താങ്ക് യു.